ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ. എല്ലാവർക്കും എന്നെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് നല്ല സുഖമായിരുന്നു. കാരണം ഞാൻ ഒരു മാസമായി തോന്നുന്നു കോയമ്പത്തൂർ പോയിട്ട്. ഒരാഴ്ച ക്ലാസ്സിൽ പോയില്ല, ഒരു പൊങ്കൽ വരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോവാമെന്ന്. ഞാൻ 20-ാം തീയതി പോകും ഗൈസ്. ഒരു വിഷമം, കുറേ നാളോടെ ഇങ്ങനെ നിന്നിട്ട് ഇനി പക്ഷെ പോയല്ലോ പറ്റുള്ളൂ. പിന്നെ പറയൂ എന്തൊക്കെയാണ് വിശേഷം. വീട്ടിലെ കോലമാണ് ഗൈസ്, ആരും മൈൻഡ് ചെയ്യണ്ട, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഫുഡ് കഴിച്ചോ? ഇന്ന് കണ്ട ഇനി അടുത്ത മാസം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഭയങ്കര ചൂട്, ലിറ്ററലി സഹിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ചൂട് സഹിക്കാൻ വയ്യായിട്ട്. ഇപ്പോൾ സമയം 1:30 ആയി കാണും. ഫുഡ് കഴിക്കാനകത്ത് എൻ്റെ സ്കിന്ന് കുറച്ച് ബെറ്ററായി വന്നത് ഇപ്പോൾ പിന്നെ പോകുന്നത് പ്രമാണിച്ചാന്ന് തോന്നുന്നു. കുരു ഓക്കെ, കഴിക്കാനകത്ത് വരാം ഗൈസ്. ഞാൻ പിന്നെയും വന്നു. ഞാൻ വീഡിയോ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ച് ഇവിടെ ഫുൾ ഇങ്ങനെ പൊടിയായിട്ട് ഡസ്റ്റായിട്ടിരിക്കുന്നുണ്ട് കറയായി ഡ്രസ്സിൽ. അത് പൊടി ഞാനിപ്പോൾ ഒരു സാധനം എടുത്ത് പുറത്തുണ്ടിട്ടതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പൊടിയായതാണ് ഗൈസ്. ഇനിയിപ്പോൾ കുളിക്കുമ്പോൾ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി. എൻ്റെ ഐബ്രോസ് വന്നു പോകുമ്പോൾ ത്രെഡ് ചെയ്യണം, നല്ലതൊക്കെ നടക്കുമോ അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചളപ്പാ, പോകാൻ വയ്യ. ഓക്കെ, ഞാൻ ലിപ്സ് വെച്ചിട്ട് എനിക്ക് ലിപ് ബാം ഇട്ടാലോ. ഞാനിപ്പോൾ ഡോട്ട് ആൻഡ് കീ ആണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ആൻഡ് കീം അതല്ലായത് ഡോട്ട് ആൻഡ് കീം ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഡെർമാക്കോൻ്റെ. പക്ഷേ ഡെർമാക്കോൻ്റെ ഇത് പെട്ടെന്ന് തീർന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, വേഗം തീർന്നു. പക്ഷേ ഇത് അടിപൊളി ലിപ് ബാം ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ ചാപ്പ് ലിപ്സ് ആയിരുന്നു, അത് ഇട്ടാൽ ശരിയാവുമായിരുന്നു കേട്ടോ. ഇത് മേടിക്കണം. ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ ഇത് കുറച്ചുണ്ട്, ഇതിന് കൈ കൊണ്ട് എടുക്കേണ്ടി വരും. എന്തെങ്കിലും കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ തൽക്കാലം ഇപ്പം ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറച്ച് പിഗ്മെൻറ്റഡാണ്. ഇത് തേച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലേ, നെക്സ്റ്റ് അവിടെ ലിപ്സ് നല്ല പിങ്ക് ആയിട്ടാണ് നല്ല സ്ഥലം കാണാൻ. ഡോട്ട് ആൻഡ് കീൻ്റെ ചെറി ലിപ് ബാം. ഓക്കെ, സോ ഫോർ നൗ ദാറ്റ്സ് ഇറ്റ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എനിക്ക് കാണിച്ചു തന്നാലോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡോക്ടർ ഷത്തിൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷത്തിന് തന്നെ ഫേസ് വാഷാണ്, അത് ബാത്റൂമിൽ. പിന്നെ കേട്ടോ ഡോക്ടർ ഷത്തിന് തന്നെ സൺസ്ക്രീൻ. പക്ഷേ ഇത് വല്ലാണ്ട് അടങ്ങിയിട്ടില്ല, പക്ഷേ ഇത് നല്ല അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സൺസ്ക്രീൻ, എനിക്കങ്ങനെ ക്രീംസിലുള്ള ഫേസിന് ഇഷ്ടമല്ല. പിന്നെ ടാൻ അങ്ങനെയുള്ള സംഭവം കൊണ്ട് നമ്മൾ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഇട്ടിരുന്നത്. പക്ഷേ ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഇട്ടുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും സൺസ്ക്രീൻ ഇടണം. ദാറ്റ് വാസ് ലൈക്ക് നിർബന്ധമാണ്. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സാലിസിലിക് സെറമാണ്. എൻ്റെ നിയാസിനമൈഡ് തീർന്നു, അതും മേടിക്കാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. പിന്നെ ടാൽക്കം പൗഡർ എനിക്ക് നിർബന്ധം. ആക്ച്വലി ഇതിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുകയാണെങ്കിലും ഞാൻ കുറച്ച് പൗഡർ ഇട്ട് ഒരു കൊട്ടും കൂടി വെച്ചാൽ എനിക്കൊരു ധൈര്യം. ഓക്കെ ഗൈസ്, ഞാനെന്താ ശരി കഴിക്കാൻ നേരത്തെ തരാം ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ വീടെടുക്കാൻ മറന്നു. ഞാൻ ഫുഡ് കഴിച്ചു. ചോറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പപ്പടം, പരിപ്പുണ്ടായിരുന്നു. കുടിച്ചു തോന്നുന്നു. അത് റൂമിലിരിക്കണം നോക്കമ്മ. പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു. സേമിയ പായസമുണ്ട്. എനിക്ക് സേമിയ പായസം ഇഷ്ടം, എനിക്ക് വേറൊരു പായസം താല്പര്യം. പക്ഷേ എനിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇത് സേമിയ പായസം. ആർക്കൊക്കെ സേമിയ പായസം ഇഷ്ടം എന്ന് കോമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടം എന്ന് കോമൻറ്റ് ചെയ്യാം. ആരൊക്കെ സേമിയ പായസം ലവേഴ്സ് ടു കോമൻറ്റ്. പക്ഷെ എനിക്ക് മുന്തിരി ഇഷ്ടമല്ലടോ. എനിക്കെല്ലാം കാഷ്യൂസ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മുന്തിരി ഇഷ്ടമല്ല. റേസിൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാൻ തുപ്പിക്കളയും. എനിക്കതല്ലാതെ കഴിക്കാനും പൊതുവെ ഇഷ്ടമല്ല, ഇതെല്ലാം കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. ഇത് കുറേ ഉണ്ട്. അമ്മ എനിക്കൊരു ബൗൾ നിറച്ച് തന്നേക്കാം. ഇതാണ് ഗൈസ്
എൻ്റെ റൂമിൻ്റെ വിൻഡോ ഒന്ന് പുറത്ത് നോക്കിയതാണ്. ഐ മീൻ വ്യൂ ഫുള്ള് ചെടിയാണ്. ഐ മീൻ വീടിൻ്റെ സൈഡ്. എനിക്ക് താഴത്തെ മുറി റൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചില്ലടിച്ചു. ഐ മീൻ വെറുതെ കിടന്ന് റീൽസൊക്കെ നോക്കിക്കൊണ്ട്. അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നു ഗൈസ്. ചെറിയൊരു സൂര്യ വിളിച്ചുണ്ട് തോന്നുന്നല്ലേ. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല രസമല്ലേ ഈ പൂ? ഞാൻ കാണിച്ചു ബാക്ക് ക്യാമറ കാണിച്ചു തരാട്ടാ. ഈ പൂ നല്ല രസമില്ലേ? ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ നല്ല രസമല്ലേ കയറി വരുമ്പോൾ തന്നെ. അയ്യോ എൻ്റെ വെള്ളം പൊക്കൊണ്ടിരിക്കുക. ഞാൻ ഫോൺ എടുക്കാൻ അമ്മ ഫോൺ എടുത്തരാം. അപ്പോൾ വെള്ളം പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വെള്ളം അടിച്ചാലോ ഗുയ്സ്? വെള്ളം ഒഴിച്ചാലോ ഗുയ്സ്? ഇത് കുറേ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഒന്നും കഴിയില്ല, എനിക്ക് വയ്യ. ഞാനിപ്പോൾ ഇത് ഫോൺ എവിടെ വയ്ക്കും? അയ്യോ വെള്ളം കളഞ്ഞോണ്ടിരിക്കുക. ഇപ്പം അമ്മ വന്നിട്ട് എന്നെ കൊല്ലും. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തില്ലേ, അത് ഞാൻ ഇവിടുന്ന് എടുത്തേ. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് ഗൈസ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വരാം കേട്ടോ. ഐ മീൻ ചെടിക്ക് വെള്ളം ചെടിക്ക് പിന്നെ കാണാനല്ലേ, ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ. ഒഴിച്ച് തീർത്തില്ലെങ്കിൽ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ കഷ്ടം. ഇത് വെക്കാൻ പറ്റുന്ന സ്ഥലവും ഇല്ല. ഞാൻ നിങ്ങൾക്കൊരു ഡോഗീസിനെ കാണിച്ചു തരാം അങ്ങോട്ട് പോകുമ്പം. അത് ഇവിടെ വെച്ച് തരട്ടെ. കൂടെ പോയി നമുക്ക് കറങ്ങി അടുക്കള കൂടെ കയറി വരാം. ഓ എൻ്റെ രണ്ടൊരു ഉറക്കം തോന്നുന്നില്ല. ഒരാൾ ഉറക്കം ഒരാളാണ് നിൽക്കുക. കാണിച്ചു തരാം. ഹായ്. ഇവനുണ്ടല്ലോ, ഇവൻ എന്നെ തുറിച്ച് നോക്കും. ഞാൻ നിനക്ക് ഒരു ദിവസം തരുവടാ. പക്ഷേ ഇതിൻ്റെ അടുത്ത് വരും കേട്ടോ. ഐ മീൻ ഒരു ലൈൻ ഇങ്ങനെ വരട്ടെ. എനിക്ക് പേടിയെ പറ്റിയാളെ. സമ്മൻ്റെ വീട്ടിലിപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് പേടിയാണ് മൊത്തത്തിൽ. ജർണി ബോയ് ഇവനാണ് ഇവൻ മാത്രമേ മൈൻഡ് ചെയ്യാറ്. മറ്റവനെ നോക്കുന്നുണ്ടോ ഗൈസ്? നോക്ക്. ഓ മൈ ഗോഡ്, എനിക്ക് പേടിയാണ്. ബാവാ എന്താ ചിരിക്കടോ, സ്മൈൽ. ഈ വേണ്ട വെറുപ്പിക്കരുത് എന്നായിരിക്കും. ശരി ബൈ. ശരി ബൈ. ടാറ്റാ ടാറ്റാ. വേണ്ട. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, പിന്നോടും പോകാൻ പറഞ്ഞു. ചുമ്മാ കറങ്ങാല് കുറച്ച് നേരം. അപ്പം ഞാനും പോയി കുളിച്ചൊരുങ്ങട്ടെ. ഒരുങ്ങിച്ച് വരാം കേട്ടോ. ഹലോ ഗൈസ്, ഞാൻ മെയിൽ കഴിഞ്ഞു. ടീഷർട്ടും ഒരു ഓസൈസ് പാൻറ്റും. ഇന്ന് തല കുളിച്ചില്ല. ഇന്നലെ രാവിലെ തല കുളിച്ചു നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ സ്വന്തമായിട്ട് തല കുളിക്കാൻ വീഴും. അപ്പോൾ ഞാൻ റെഡിയാകുന്ന നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഞാൻ റെഡിയാവുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ, ഫേസ് മൂക്കൂത്തി കുട്ടിയിട്ട് മറ്റേ ഗൺ ഷൂട്ട് അടിച്ചപ്പോൾ അവർ അയ്യോ ഫാൻ ഓഫ് ആക്കണം. അപ്പോൾ അവരിട്ടില്ലേ മൂക്കുത്തി, അതായിരുന്നു. അത് ഞാൻ ഊരിയിട്ട് സ്വർണ്ണം ഇട്ടു. പക്ഷേ സമയത്ത് നമ്മൾ തണ്ടില്ലേ നീളം അതില്ല. അത് ആക്ച്വലി ഇവർ ബാക്കി കൂടിയൊക്കെ ഇടാൻ പറഞ്ഞു. പക്ഷെ എനിക്കിത് കാണാൻ വയ്യ, മൂക്കിൻ്റെ കുത്തിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഞാനിപ്പോൾ ഇതായിട്ടേക്കുന്നത്. അപ്പം ഇത് ചെറുതായ പോലെ ഇതിപ്പോൾ ഊരി എങ്ങനെ അതിടും എനിക്കറിയില്ല. ഇനി ജ്വല്ലറി പോകണം. പക്ഷെ എനിക്കൊരു ചടപ്പ്. മൂക്കുത്തി ആയതുകൊണ്ട് കമ്മലാച്ച പിന്നെയും പോയി മൂക്കുത്തി കഴിഞ്ഞ് പോകാൻ. അമ്മ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ ആ ചേട്ടനത് പറഞ്ഞു, മൂക്കുത്തി ഇടാൻ പറ്റുന്നില്ലെങ്കിൽ വന്നാൽ മതി, ഇട്ട് തരാമെന്ന്. പക്ഷെ എനിക്കൊരു ചടപ്പ്. ലിപ്സ്റ്റിക്കൊന്നും ഇടുന്നില്ല ഗൈസ്. ലിപ്സ്റ്റിക്ക് കുറക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഹാഡായ ലിപ്സ്റ്റിക്ക് കഴിക്കുന്നത്. ലിപ്സ്റ്റിക്ക് കുറക്കല്ലേ. ഒരു മിനിറ്റ്. എൻ്റെ കോൺഫിഡൻസായി. ഇതിന് ടാൽക്കം പൗഡർ എന്നാണ് പറയുക. പക്ഷെ എനിക്കതറിയില്ല. ഈ ഇടയ്ക്ക് നല്ല കുറച്ച് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ കൂടി ഒട്ടും ഇടുന്നില്ല ഗൈസ്. എനിക്കിപ്പം നെറുവ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നടുക്ക്
വിചാരിച്ച പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ ഓപ്പൺ എയർ സൂട്ടാന്ന് വെച്ചത് കളല്ലേ. എന്താണെന്നറിയാം, ഞാനെന്നേ ചായ കുടിച്ച് നിർത്തി കറയായി. പക്ഷെ ഇത് എന്തോ വൃത്തികേട് പോലെ. നമുക്ക് ചീനിൻ്റെ ഒപ്പം മാറ്റിയാലോ ഗൈസ്? ഞാൻ മാറ്റി വൃത്തിയാക്കി. ഒരു പൊട്ടും കൂടി. അവരൊക്കെ ഇറങ്ങി ഗൈസ്. എന്നെപ്പോൾ തെറി വിളിക്കരുത്. പറ്റിട്ടെ. സെറ്റ് പോകും ഗൈസ്. ഞങ്ങൾ ഇറങ്ങി. ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. ഏതൊക്കെ എനിക്ക് വിഷന്ന് കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് തലവേദന എടുക്കും, ഛർദ്ദിക്കാനൊക്കെ വരും. അതുകൊണ്ട് എന്നാ വെറുതെ വീട്ടിൽ പഴമുള്ളപ്പോൾ എന്തിനേ തലവേദന എടുത്തുന്നു. ഞാൻ ഉടുപ്പ് മാറ്റി കുർത്തിയാക്കി. അമ്മ അതോ ഗേറ്റ് അടച്ചിട്ട്. അങ്ങനെ ഇടും. വണ്ടി കയറട്ടെ. അപ്പം എന്തോ ഇരിക്കുന്നു. അപ്പം കല്ലിക്ക് മുകളിലാണ് ഗൈസ്. ലേറ്റായി. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. എന്നെ കാണാൻ കേട്ടിട്ടാണ്. എന്നെ കാണാനല്ലേ ചെറുതായിട്ട്. എന്നെ കണ്ടില്ലേ? ഹൈ പറയൂ. ഫൈനലി വീടെത്തി ഗൈസ്. ഈ കയറ്റം വളരെ 1.5 കയറ്റം. യെസ് അഭിഷേക്, യു ക്യാൻ. വീട്ടിൽ വന്നല്ലോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിശപ്പ്. എന്താണെന്നറിയാൻ വയ്യ. ഫുഡൊക്കെ കഴിച്ചു വരുന്നറിഞ്ഞു. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തു. നേരത്തെ വന്ന പാടെ ഞാൻ സിറം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇല്ല, ഞാൻ ചാർജിട്ട് ഫുള്ളാക്കിയതാണല്ലോ. എന്നിട്ട് കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഒരു കുട്ടി വ്ളോഗ് എടുത്തതാ. പിന്നെയൊന്നുമില്ല. സമയം 11:15 തോന്നുന്നു. ഞാൻ മുടിയൊന്ന് കെട്ടി വെച്ചിട്ട് ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഉറങ്ങൂല, കിടന്ന് കുറച്ച് റീൽസൊക്കെ കണ്ടിട്ട് പിന്നെ കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.